ഹലോ, ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നൊരു കൊറിയർ അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ഇത് ആര്യന് വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ അവന് സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവൻ വരുന്ന വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് അൺബോക്സ് ചെയ്യുകയാണേ. എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന്, ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. വൺ പീസ് എന്ന പേരുള്ള ഒരു കോമിക് ബുക്കാണേ. അല്ലെങ്കിലും കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള കോമിക് ബുക്കുകളായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. നമുക്കാണെങ്കിലും ചെറുതാകുമ്പോൾ ഒക്കെ അമർ ചിത്രകഥ പോലെയുള്ള ബുക്സ് അല്ലേ നമുക്ക് കൂടുതൽ ഇഷ്ടം. മറ്റേതാകുമ്പോൾ വായിച്ചുണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. മറ്റേ ചിത്രം നോക്കി വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെയുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞിട്ട് വാങ്ങിയതായതുകൊണ്ട് അവൻ വായിക്കുമായിരിക്കും. ഒരുപാട് വായനാശീലം എന്നുള്ള ആളല്ല. ഒരുപാട് ബാലസാഹിത്യ കൃതികളൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട് അവന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും അവൻ വായിക്കാറില്ല. കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ എന്നെ കൊണ്ട് വായിപ്പിക്കും, അവൻ കേൾക്കും. ആ ഒരു രീതിക്കാണ്. അപ്പോൾ അവനായിട്ടിത് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ആര്യന് സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് തന്നെ നേരിട്ട് നമുക്ക് ഈ ബുക്ക് അങ്ങോട്ട് കൊടുക്കാം. അവന് നല്ല സന്തോഷമാകുമായിരിക്കും. ബുക്ക് കണ്ടപ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ബുക്കുകൾ വാങ്ങിച്ചു കൊടുത്താലേ അവർ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കാണിക്കും. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഈ ടി വിയും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബുക്കിലുള്ള താല്പര്യം കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ബുക്ക്സ് വാങ്ങിക്കൊടുത്താൽ കൂടുതൽ വായിക്കാനുള്ള ടെൻഡൻസി കൂട്ടാൻ പറ്റും. ഇതേപോലെയുള്ള വേറൊരു ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നെറൂട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ നെറൂട്ടോയും വൺ പീസും ഒക്കെ തന്നെ ജാപ്പനീസ് കോമിക് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആനിമേറ്റഡ് സീരീസും മൂവീസും ഒക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് ഈ ബുക്സ് ഒന്ന് വായിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്. എന്തായാലും ഓക്കെ, ബൈ.